അറബിക്കടലിൽ അമേരിക്കയുടെ വലിയ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇറാന് മേൽ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തകർക്കാൻ ഒരു കപ്പൽ അവിടെ ശ്രമിക്കുകയുണ്ടായി. സെവാൻ എന്ന വ്യാപാര കപ്പലാണ് അത് ശ്രമിച്ചത്. അതിനെ US സെൻട്രൽ കമാൻഡ് ശനിയാഴ്ച അറബിക്കടലിൽ ഒരു പ്രധാന ഓപ്പറേഷൻ നടത്തി പിടികൂടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനിയൻ എണ്ണവാതക ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിലേക്ക് നിയമവിരുദ്ധമായി എത്തിക്കുന്ന ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമാണ് കപ്പൽ എന്ന് US സൈന്യം പറഞ്ഞു. US സുരക്ഷാ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഇറാനുമേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണയും വാതകങ്ങളും കൊണ്ടുപോകുന്ന 19 കപ്പലുകളുടെ ഒരു കൂട്ടമാണ് ഷാഡോ ഫ്ലീറ്റ്. ഈ കപ്പലുകൾ ഇറാനിൽ നിന്ന് എണ്ണവാതകം, പ്രൊപ്പൈനർ, ബ്യൂട്ടൈൻ തുടങ്ങിയ കോടിക്കണക്കിന് ഡോളർ വില മതിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നു. US ഉപരോധങ്ങൾ ഒഴിവാക്കാനും സമ്പദ് വ്യവസ്ഥയെ ശക്തമായി നിലനിർത്താനും ഇറാൻ ഈ കപ്പലുകൾ ഉപയോഗിക്കുന്നു. ഈ 19 കപ്പലുകളിലും US കർശന ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. US നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS പിങ്ക്നി ആണ് ഈ പ്രവർത്തനം നടത്തിയത്. അറേബ്യൻ കടലിൽ സെവാൻ കപ്പലിനെ ഡിസ്ട്രോയറിന്റെ ഹെലികോപ്റ്റർ തടഞ്ഞു നിർത്തി US സൈനിക നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉത്തരവിട്ടു. നിങ്ങളത് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ മിസൈലിട്ട് തകർക്കുമെന്നായിരുന്നു ആ അന്ത്യശാസനം. കപ്പലിന്റെ ക്യാപ്റ്റനും ക്രൂ അംഗങ്ങളും കീഴടങ്ങുകയും US നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇതോടുകൂടി സമ്മതിക്കുകയും ചെയ്തു. US നാവികസേനയുടെ കർശന സുരക്ഷയിൽ കപ്പൽ നിലവിൽ ഇറാനിലേക്ക് മടങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിയൻ എണ്ണ വാതക കയറ്റുമതി പൂർണ്ണമായും നിർത്തലാക്കുന്നതിനായി US സമുദ്ര ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉപരോധം ആരംഭിച്ചതിനു ശേഷം 37 കപ്പലുകൾ ഇതുവരെ തടഞ്ഞു നിർത്തി തിരിച്ചുവിട്ടിട്ടുണ്ട്. തടഞ്ഞ എല്ലാ കപ്പലുകളും ഷാഡോ ഫ്ലീറ്റിന്റെ ഭാഗമായിരുന്നവയും ഉപരോധങ്ങൾ ലംഘിക്കുന്നവയുമായിരുന്നു എന്നാണ് അമേരിക്കയുടെ വാദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.